ജീവ പുനർനിർമ്മാണത്തിലെ സാങ്കേതികത്വം. ഭാഗം 3. പ്രകൃതിയെ കൂടുതൽ ആവാഹിച്ചിരിക്കുന്നതിലൂടെ മുന്തിയ പ്രവർത്തനശേഷി ആയിത്തീരുന്ന ജീവികളുടെ ജീവപുനർനിർമ്മാണ പ്രക്രിയ പരിശോധിച്ചാൽ കാണാനാവുക, സൂക്ഷ്മമായ ജീവേച്ഛയാൽ ആണും പെണ്ണും ഒന്നുചേരുന്ന പ്രവർത്തനത്തിലൂടെ അത് സംഭവിക്കണമെന്നും പിറവികൊള്ളുന്ന ജീവൻ മുൻജന്മത്തിലെ പ്രവർത്തനങ്ങളുടെ യോഗ്യതയ്ക്കൊത്ത വിശേഷമായി തുടരണം എന്നുമാണ്. ഇത്തരത്തിൽ ജനിച്ചുവരുന്ന ജീവന് മുജ്ജന്മത്തേതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവവും യോഗ്യതയും സ്വാഭാവികമായി തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. ക്ലോണിംഗ് വഴി പിറവികൊള്ളുന്ന ജീവരൂപത്തിന് മരണാനന്തര നിലനിൽപ്പിലൂടെ അനുഭവമാകേണ്ട സൂക്ഷ്മതരമായ യോഗ്യത താൽക്കാലികമായെങ്കിലും ലഭ്യമാവാതെ പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടാനാവാത്തതും എന്നാൽ സൂക്ഷ്മതര യാഥാർത്ഥ്യവുമായ ഇത്തരമൊരു പ്രകൃതിക്ക് ഒക്കാത്ത യോഗ്യതക്കുറവിനെ പേറുന്ന ജീവനുകളെ പരമ്പരകളായി സൃഷ്ടിക്കുന്ന പക്ഷം അത് നാളെയുടെ വിപത്തുകളായി വരാനാണ് സാധ്യത. ഭൂമിയിൽ ശരീരത്തോടെ വസിച്ച് ജീവിതമായി നിശ്ചിതകാലം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മരണാനന്തരം സൗരയൂഥ ഗ്രഹങ്ങളിലും ജീവശേഷിക്ക് ആനുപാതികമായി നിശ്ചിതകാലം വസിച്ച് ആ സൂക്ഷ്മ ഗുണങ്ങളും ആവാഹിച്ച് വളരേണ്ടുന്ന പ്രാപഞ്ചിക വിശേഷമാണ് ജീവൻ. സവിശേഷ ഊർജ നിക്ഷിപ്താവസ്ഥകളായ വ്യത്യസ്ത ജ്യോതിർഗോളങ്ങളുടെ വിശേഷതകൾ പ്രകൃതിജമായ വഴികളിലൂടെ ഉൾക്കൊണ്ട് സംഭവിക്കേണ്ടുന്ന അനുഭവത്തിന് പകരമായി ക്ലോൺ ചെയ്യപ്പെട്ട് ജനിക്കുന്ന ജീവന് ലഭ്യമാവുന്നത് ജനിപ്പിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ സങ്കല്പങ്ങളും അനുബന്ധമായ നിരവധി സൂക്ഷ്മാനുഭവ തലങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതരമായ ഇത്തരമൊരു വ്യത്യസ്തത ക്ലോൺ വഴി രൂപം പ്രാപിച്ചു നിൽക്കുന്ന ജീവനുകൾക്ക് ഉണ്ടാവുമെന്ന് കാണാനാവുന്നു. പ്രാവർത്തിക പൂർണ്ണതയായ പ്രകൃതി എന്ന കാരണശക്തിക്ക് പകരമായി നിലകൊള്ളുന്ന പ്രകൃതി എന്ന കാരണശേഷിയോട് അടുത്ത് പ്രവർത്തിച്ച് നേടിയിരിക്കുന്ന ആ ജനയിതാക്കളുടെ സങ്കല്പങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും സംഭവിക്കുന്ന വികാസമായി പുതുജീവനിൽ വികല ലക്ഷ്യങ്ങളോ പ്രവർത്തന മേഖലയിലെ അമിതോത്സാഹമോ ഗതികേടുകളോ തുടങ്ങി പലതും സംഭവിച്ചുവെന്ന് വന്നേക്കാം. കാരണമില്ലാതെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലാത്തതുകൊണ്ട് കാരണകാര്യബന്ധങ്ങൾ ത്രികാല ബോധത്തോടെ ബോധ്യപ്പെടാൻ കഴിയുന്ന അതീവ സത്യമായ ജീവന്റെ നിർദ്ദേശത്താലും മനസ്സിന്റെ സങ്കല്പത്താലും അല്ലാതെ ശാസ്ത്രത്തിന്റെ ഉജ്ജ്വല ശേഷി എടുത്ത് വിനിയോഗിക്കുന്നത് നന്മയായിരിക്കുകയില്ല. കാലം ഇതുവരെ ലോകത്ത് ജനിച്ച മനുഷ്യരിൽ നിന്ന് ഏറ്റവും വിശേഷതയാർജിച്ചവരായി തിരഞ്ഞെടുക്കാവുന്നവർ പോലും അറിവും പ്രവർത്തന ഗുണവും കൊണ്ട് പ്രപഞ്ചശേഷി സൂക്ഷ്മതയുടെ അടുത്തെങ്ങും എത്തുന്നവരും യാഥാർത്ഥ്യത്തിന്റെ വഴിയറിയുന്നവരും ജീവൻ എന്ന സൂക്ഷ്മ വൈഭവത്തെപ്പറ്റി ബോധമുള്ളവരും ആകുന്നേയില്ല. യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ ജീവനെ അറിയാതെയും പ്രാപഞ്ചികമായ ലക്ഷ്യങ്ങളെ ബോധ്യപ്പെടാതെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ നൈരന്തര്യം സൃഷ്ടിക്കുന്ന ഫലങ്ങൾ വരുംകാലങ്ങൾക്ക് യോജിക്കാത്തതായിരിക്കും. ലോകത്ത് ജീവിച്ചിരിക്കുന്ന അസംഖ്യങ്ങളായ മനുഷ്യരിലും മറ്റ് ജന്തുക്കളിലും സസ്യങ്ങളിലുമെല്ലാം തീർത്തും ഭിന്നങ്ങളും വ്യത്യസ്തതകൾ ഉള്ളതായ രൂപങ്ങളും ഇച്ഛാവൈവിധ്യങ്ങളും ആയിരിക്കണം എന്ന നിയമമാണ് പ്രകൃതിയിൽ കാണാനാവുന്നത്. ജീവിച്ചിരിക്കുന്ന അനേക കോടിയായ മനുഷ്യർക്കാർക്കും തന്നെ മറ്റൊരാളിൻ്റെ തനത് രൂപവും സ്വഭാവ വിശേഷങ്ങളും ഉണ്ടാവാൻ സാധ്യമായി വരുന്നില്ല. ഒരേ വർഗമായിരിക്കുമ്പോഴും ജന്തു സസ്യജാലങ്ങൾ അപ്പാടെ തനതായ വ്യത്യസ്തതകളോടെ നിലകൊള്ളുന്നതായാണ് കാണാനാവുക. അഥവാ തനതായ വ്യത്യസ്തത സംഭവിക്കാതിരിക്കുന്ന പക്ഷം ജീവൻ എന്നത് ഒരൊറ്റ വർഗവും ഒരൊറ്റ രൂപവും ആയി നിലകൊള്ളുമായിരുന്നു. സാഹചര്യങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ആദി ജീവരൂപങ്ങൾക്ക് ഓരോന്നിനും വ്യക്തമായ വ്യത്യസ്തത ലഭ്യമാവും വിധം അവയുടേതായ പ്രവർത്തനങ്ങളും ആവശ്യങ്ങളും തൽഫലമായ വ്യത്യസ്ത അനുഭവങ്ങളും ഉണ്ടായിരുന്നുവെന്നത് തീർച്ചയാണ്.
മനുഷ്യരിലായാലും ഒരേ ഗണത്തിൽപ്പെടുന്ന വളർത്ത് മൃഗങ്ങളിലായാലും മറ്റേത് ജീവികളിലായിരുന്നാലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും പ്രവൃത്തിയും മാനസിക വ്യാപാരങ്ങളും കാരണമായി വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ജീവനിലും വന്നുപെടുന്നത്. ജീവശേഷിയും ചിന്തകളും പ്രവൃത്തികളും സാഹചര്യങ്ങളും ലക്ഷ്യങ്ങളുമായ വ്യത്യസ്തതകളുടെ സമന്വയമായാണ് ഒരേ വർഗത്തിൽ തന്നെ വന്നു ജനിക്കുന്ന ജീവികൾക്ക് പോലും ഒരേ മുഖവും ഒരേ ശരീരരൂപവും ലഭിക്കാതെ വരുന്നതിൻ്റെ കാരണം. ജീവൻ സാഹചര്യങ്ങൾക്കും അനുഭവങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊത്ത് വികസിതമാവുന്നതും അവസ്ഥാന്തരവും രൂപാന്തരവും പ്രാപിക്കുന്നതുമാണ്. കാരണം ജീവൻ എന്നത് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമാണ്. ജീവൻ എന്നത് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവം ആയതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളും സങ്കല്പങ്ങളും ജീവനെ സ്വാധീനിച്ച് എന്തുതന്നെ ആക്കുകയും ചെയ്യും. ഇവിധം ഒരു ശരീരത്തിന്റെ രൂപമെന്നാൽ ജീവന്റെ പ്രവർത്തനമെന്തോ അതിനൊത്ത രൂപം തന്നെയാവുന്നു. ഒരു കൃഷിയിടത്തിലോ വ്യവസായശാലയിലോ മറ്റ് എവിടെയോ തന്നെ ആയിരുന്നാലും ഒരേ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ പോലും അതേ പ്രവൃത്തി തനതായ വ്യത്യസ്തതകളോടെയാണ് ചെയ്യുന്നതെന്ന് കാണാവുന്നതാണ്. കൃഷിയിടത്തിൽ പണിയെടുക്കുന്നവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തി ഒന്നുതന്നെയും ഒരേപോലെയുമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും കൃഷി എന്ന പൊതുവായ പ്രവൃത്തിയിൽ തന്നെ ഏറെ വ്യത്യസ്തതകൾ ഉള്ളതായി കാണാനാവുന്നു. കൃഷിയിടത്തിലെ പ്രവർത്തനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള സമയത്തിനിടയ്ക്ക് ഓരോരുത്തരും പ്രവൃത്തിയോടൊപ്പം ചിന്തിച്ചത് ഓരോ കാര്യങ്ങളാണെന്നത് തീർച്ചയാണ്. അവരുടെയെല്ലാം ജീവചലനങ്ങൾ എന്ന ശരീരചലനങ്ങളും പ്രവർത്തന വേഗവും എന്നു വേണ്ട ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട എന്തിനെ ശ്രദ്ധിച്ചാലും അല്പമായെങ്കിലും വ്യത്യസ്തത കാണാനാവുന്നു. ഇങ്ങനെ അനുഭവവേദ്യമാകുന്ന വൈവിധ്യങ്ങളെല്ലാം ജീവന്റെ അപ്രകാരമുള്ള സമ്പാദ്യവും യോഗ്യതയും ആയിത്തീരുക തന്നെ ചെയ്യുന്നു. ഓരോ ജീവനും പ്രവർത്തനശേഷിയും വിചാരവികാരങ്ങളും ലക്ഷ്യങ്ങളുടെ ക്രമീകരണങ്ങളുമെല്ലാം സാധ്യമാക്കുന്നത് തുടർപ്രക്രിയയായി ജീവശരീരത്തിൽ വസിച്ച് പൂർത്തീകരിച്ച് നശിക്കുന്ന കോശങ്ങളിൽ നിന്ന് വിമുക്തമാവുന്നതും എന്നും ജീവന്റെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കുന്നതുമായ അതീവ സൂക്ഷ്മോർജത്തിന്റെ വിനിയോഗത്തിലൂടെ ആയതിനാൽ ചിന്തകളും കായികശേഷി വിനിയോഗവും സംഗമിച്ച് അത്യതീവ സൂക്ഷ്മോർജമായി തീരുന്ന സമ്പാദ്യത്തിന് ജീവന്റെ യോഗ്യത എന്ന അവസ്ഥയിലേക്ക് പരിവർത്തിതമായി തീരാതിരിക്കാൻ സാധ്യമാവുന്നേയില്ല. ഒരേ തൊഴിലെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന വൈവിധ്യങ്ങളോടെയുള്ള പ്രവൃത്തികൾക്ക് ശേഷം ഓരോ ജീവന്റെയും സ്വകാര്യതയിലേക്ക് കടക്കുമ്പോൾ അവിടെയും വൈവിധ്യങ്ങളോടെയുള്ള പ്രവർത്തനങ്ങളും അനുഭവങ്ങളും സങ്കല്പങ്ങളുമാണ് ഉണ്ടാവുന്നത്. ഇക്കാരണത്താൽ അനുഭവങ്ങളും സങ്കല്പങ്ങളും ആവശ്യങ്ങളും കൊണ്ട് ഓരോ ജീവനും ഒരേ വർഗത്തിൽപ്പെട്ടതാണെങ്കിലും തികഞ്ഞ വ്യത്യാസത്തോടു കൂടി തന്നെ തനത് നിലനിൽപ്പുകളായി ജനിക്കുകയും രൂപതരമായി വികസിതമാവുകയും പ്രവർത്തിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ പൊതു സ്വഭാവമുള്ള പ്രവർത്തനശേഷി എന്ന പ്രാപഞ്ചികമായ മാനദണ്ഡത്തിൻ കീഴിൽ ജീവനുകൾ മനുഷ്യനായോ മറ്റെന്തെങ്കിലും ജീവവർഗമായോ ജന്മം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. ഓരോ ജീവനും ഗുണവൈവിധ്യങ്ങൾ ഉള്ളതും തനതായ ശേഷിയും വ്യത്യസ്ത ലക്ഷ്യങ്ങളുള്ളതും ജീവി എന്ന ദൃശ്യരൂപം ജീവന്റെ യോഗ്യതയ്ക്കൊത്ത് സാധ്യമാവുന്ന പ്രവർത്തനത്തിന് ഒത്ത രൂപവും ആയതുകൊണ്ട് ഒരു ജീവിയുടെ തനതായ രൂപത്തിൽ മറ്റൊരു ജീവിക്ക് ജനിച്ച് പ്രവർത്തിച്ച് നിലകൊള്ളുന്നതിന് സാധ്യമാവുന്നില്ല. ഓരോ മനുഷ്യന്റെയും വ്യത്യസ്തമായ ശരീരവും മുഖവും ഇവിധത്തിൽ ജീവതരമായ വ്യത്യസ്തതകൾ വ്യക്തമാക്കുന്ന പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളാണ്. പ്രകൃതിയായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് ഓരോ ജീവനും ഓരോ പ്രത്യേകതയായി തന്നെ ഇരിക്കണമെന്നും പ്രത്യേകതകളുടെ ഏകതാഭാവം എന്ന സമൂഹമായിരിക്കണം എന്നുമാണ്. ശബരയൂഥം എന്ന ക്രമീകരണം വഴി സംഭവ്യമാകുന്ന പ്രകൃതി എന്ന പ്രതിഭാസത്തിലൂടെ
പ്രപഞ്ചകാരണശക്തി ജീവനുകളെ സൃഷ്ടിച്ച് പ്രപഞ്ചകാരണശേഷിയോളം തന്നെ വികാസം പ്രാപിക്കേണ്ടുന്നതിനായി ക്രമാനുഗതമായി വളർത്തി മുമ്പോട്ടു പോകുന്നുവെന്നത് യാഥാർത്ഥ്യമായിരിക്കെ ഒരു ജീവശേഷിയുടെ തനിപ്പകർപ്പിനെ സൃഷ്ടിച്ച് പ്രവർത്തിപ്പിക്കുക എന്നത് ജീവന്റെ സ്വാഭാവിക പരിണാമ പ്രക്രിയയിൽ നിന്നുള്ള അത്രത്തോളമായ വ്യതിചലനം ആയിത്തീരുന്നു. പ്രത്യേകിച്ചും ജീവൻ മനുഷ്യാവസ്ഥ എത്തി വിചാരം, യുക്തി, ബുദ്ധി തുടങ്ങിയ അതീവ സൂക്ഷ്മ സങ്കീർണതകളായ പ്രാപഞ്ചിക ഗുണങ്ങളെ ഉൾക്കൊണ്ടു നിലകൊള്ളുന്ന സാഹചര്യത്തിൽ കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ അഥവാ പ്രപഞ്ചകാരണ ലക്ഷ്യങ്ങളെ വേണ്ടും വണ്ണം മനസ്സിലാക്കാനാവാതെ ജീവാവസ്ഥയുടെ സ്വാഭാവിക പരിണാമ പ്രക്രിയയെയും ക്രമാനുഗതമായ അവസ്ഥാമാറ്റങ്ങളെയും വഴിതിരിക്കുന്നതിലൂടെ പ്രകൃതിയുടെ തനത് യോഗ്യത നഷ്ടപ്പെടുന്നതിന് ഇടവന്നേക്കാവുന്നതുമാണ്. ഒരു ജീവന്റെ വിഭജിതമായ തനത് പകർപ്പായി വികസിച്ചു വരാൻ സാധ്യമാവുന്ന പുതുജീവവികാസം അതിൽ സന്നിവേശിക്കപ്പെടുന്ന കാരണോർജതരമായ സങ്കല്പങ്ങൾക്കൊത്ത് മരണാനന്തരം പ്രകൃതിയുടെ സ്വാഭാവികമായ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ച് സൂക്ഷ്മത്തിലെ സംഭരിതാവസ്ഥ ആയിത്തീരുന്നതുകൊണ്ട് ആ സൂക്ഷ്മശേഷി മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഗുണകരമല്ലാത്തതും വിനാശകരവുമായ പൈശാചിക ശേഷി ആയിത്തീരുന്നതായും വന്നേക്കാം. നിരന്തരമായ പരിണാമ പ്രക്രിയകൾക്ക് വിധേയമാക്കി അവസ്ഥാവ്യതിയാനങ്ങളിലൂടെ കടത്തിവിട്ട് പ്രകൃതിജമായ വൈവിധ്യങ്ങളെല്ലാം ജീവനിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമാക്കുന്നതിന് വേണ്ടി ജ്യോതിർഗോള ഭ്രമണങ്ങൾ എന്ന പൂർണ്ണതര പ്രവർത്തനങ്ങളിലൂടെ പ്രാപഞ്ചികമായ ലക്ഷ്യബോധം ജീവനെ ജീവിയായി ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും വീണ്ടും ജനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഠിനതരവും മാലിന്യം കലർന്നതുമായ വസ്തുക്കളെ ഉയർന്ന താപനിലയിൽ പഴുപ്പിച്ചുരുക്കി രൂപഭാവങ്ങൾ മാറ്റി അവസ്ഥാഭേദം സംഭവിപ്പിക്കുന്നത് പോലെ ജീവനെ ജീവിപ്പിച്ച് ദുഃഖതരമായ കഠിന അനുഭവങ്ങൾ കൊണ്ട് പീഡിപ്പിക്കുകയും സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങൾ കൊണ്ട് മുന്നേറ്റി ത്രസിപ്പിക്കുകയും ചെയ്ത് ശേഷിയില്ലാത്ത വാർദ്ധക്യത്തിലെത്തിച്ച് ശരീരം നഷ്ടപ്പെടുത്തി പ്രകൃതി തന്നെ ജീവനെ തിരിച്ചുപിടിക്കുകയും ചെയ്യുന്നു. മൃതനായ ശേഷം വീണ്ടും ജീവൻ ജനിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്നത് ജീവനെ കർമ്മനിരതമായ പുതുവഴികളിലൂടെ സഞ്ചരിപ്പിച്ച് നവീകരിച്ച് ശക്തമാക്കി പ്രപഞ്ചകാരണശേഷിയോളം എത്തിക്കുക എന്ന പ്രാപഞ്ചികമായ ലക്ഷ്യത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ശരീരമില്ലായിക എന്ന അതിസൂക്ഷ്മമായ അവസ്ഥയിൽ ജീവന് കേവലമായ സങ്കല്പമായി നിലകൊള്ളുന്നതിനല്ലാതെ പ്രവർത്തനതരമാവുന്നതിന് കഴിയാതിരിക്കുകയും പ്രവർത്തനം എന്ന അനിവാര്യതയ്ക്കായി തുടർന്ന് ലഭ്യമാവുന്ന ശരീരത്തിൻ്റെ ആദ്യാവസ്ഥ എന്നത് തനതായ പൂർണ്ണത പേറുന്ന ഏറ്റവും ചെറിയ അഖണ്ഡത എന്ന അണുഘടനയ്ക്ക് കാരണമാവുന്ന സൂക്ഷ്മ കണങ്ങളായി പ്രകൃതിയിൽ ഉത്ഭവം കൊള്ളുകയും ചെയ്യുന്നു.